ഷേഖ് ഹസീനയുടെ വിധി എന്താകും എന്ന് ലോകം ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തറിയപ്പെടുന്ന ഒരു രാജ്യമായിട്ട് ബംഗ്ലാദേശിനെ മാറ്റിയതിൽ ഒരു വലിയ പങ്ക് ഷേഖ് ഹസീനയ്ക്കുണ്ട്, ഇല്ലയെന്ന് പറയാൻ ഒക്കത്തില്ല. അവരവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നല്ലോ ഏതാണ്ട് 20 വർഷത്തോളം. ഷേഖ് ഹസീന ഷേഖ് മുജിബുർ റഹ്മാൻ്റെ മകളാണ്. ഷേഖ് മുജിബുർ റഹ്മാൻ എന്ന് പറയുന്ന ആളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് ഈ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ ബംഗ്ലാദേശ്. അതിന് ബംഗ്ലാദേശ് എന്നുള്ള ഒരു രാജ്യമായിട്ട് മാറ്റി എടുത്തത് ഷേഖ് മുജിബുർ റഹ്മാനാണ്. പാകിസ്ഥാനുമായിട്ട് യഥാർത്ഥത്തിൽ വലിയ യുദ്ധത്തിൽ തന്നെ ഏർപ്പെട്ടാണ് ഇന്ത്യയുടെ സഹായത്തോടുകൂടി, ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സഹായത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ 1971 ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത്. അപ്പോൾ അത് തന്നെ ഇന്ത്യയോടുള്ള ഒരു വലിയ വൈരാഗ്യത്തിന്, പാകിസ്ഥാൻ ഒരു വലിയ വൈരാഗ്യത്തിന് അത് കാരണമായിട്ടുണ്ട്. അപ്പോൾ എന്നൊക്കെ ഇരുന്നാലും അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയും ഒക്കെ ആയിട്ടൊക്കെ, ഇന്ദിരാഗാന്ധി മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ഭരണകർത്താക്കളുമായിട്ടും വളരെയേറെ സ്നേഹബന്ധവും അടുപ്പവും പുലർത്തിയിരുന്ന ആളാണ് ഷേഖ് ഹസീന. ഷേഖ് ഹസീന 1975, അതായത് ഈ 1975 അവിടെ ഈ മുജിബുർ റഹ്മാന് അവിടെ കൊലപ്പെടുത്തുകയുണ്ടായി. മിലിറ്ററി കൊലപ്പെടുത്തിയതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഷേഖ് മുജിബുർ റഹ്മാൻ ആദ്യകാലത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പീരീഡിൻ്റെ കാലാവധി അവസാനിക്കാറായപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാത്രം അവിടെ മതി, എതിർഭാഗം ആരും വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടെടുത്തു. അത് അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിലേക്ക്, മരണത്തെ അട്ടിമറിയിലേക്ക് നയിച്ചു. അങ്ങനെ 75 ആ കുടുംബാംഗങ്ങളെ മുഴുവൻ കൊന്നു കളഞ്ഞെങ്കിലും ഷേഖ് ഹസീനയും അവരുടെ സഹോദരിയും ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയാണ്. അവർക്ക് ഇന്ത്യ അഭയം കൊടുത്തു. അന്ന് അസൈലം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ. 6 വർഷം ഷേഖ് ഹസീന ഇന്ത്യയിൽ, അതായത് 1975 മുതൽ 81 വരെ അഭയത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നേരത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആദ്യമായിട്ടല്ലത്. ഇപ്പോഴവർക്ക് അവസാനമായിട്ട് വരാൻ വേണ്ടതായിട്ട് വന്നത് ആഗസ്റ്റ് 5-നാണ്. 2024 ഓഗസ്റ്റ് 5-ന് ബംഗ്ലാദേശ് വിട്ട്, ഢാക്ക വിട്ടിട്ട് നേരെ ഇന്ത്യയിലേക്ക് വരേണ്ടതായിട്ട് വന്നു. അവർ ഇന്ത്യയിൽ വരാൻ വേണ്ടി വന്നതല്ല, അവർ ലണ്ടനിലേക്ക് പോകുന്ന മാർഗമധ്യയാണ് അവർ റിപ്പോർട്ട്സ് പറയുന്നത്, മാധ്യമങ്ങൾ പറയുന്നത്, വീക്കൊക്കെ റിപ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. അത് പറഞ്ഞേക്കുന്നത് അവർ അഗർത്തല, ത്രിപുരയിലെ അഗർത്തലയിൽ വന്ന് ആദ്യം ലാൻഡ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ഡൽഹിയിലേക്ക് പോയി എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിൽ അഭയം, അവർ ലണ്ടനിൽ അഭയം ചോദിച്ചു, ഇംഗ്ലണ്ടിൽ ചോദിച്ചുവെങ്കിലും അവരത് ഇന്ത്യയോട് ചോദിക്കാനായിട്ട് പറഞ്ഞു. കാരണം അവർ ആദ്യം വന്ന രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യയോട് ചോദിക്കണം എന്നുള്ളതാണ് UK എടുത്തേക്കുന്ന ഒരു നിലപാട്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ അവിടെ ഒരു ഈ 1971 വാറുണ്ടല്ലോ, ആ യുദ്ധത്തിൽ ഉള്ള വാരിയേഴ്സ്, അതായത് അതിൽ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുടെ പരമ്പരയ്ക്ക്, അതായത് അവരുടെ ഡിസെൻഡൻസിന്, അവരുടെ പരമ്പരയിൽപ്പെടുന്നവർക്ക് ഗവൺമെൻറ് സിവിൽ സർവീസ് ജോലികളിൽ 30% സംവരണം ആദ്യം കൊടുത്തിരുന്നു. അതില്ലാതാക്കി കഴിഞ്ഞപ്പോൾ അവസാനം കോടതി വിധിച്ചു ഇത് തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം, ആ 30% സംവരണം കൊടുക്കണമെന്ന്. അത് കോടതി വിധിയാണ്, അത് ഇവരൊന്നും ചെയ്തതല്ല. നേരത്തെ ഇതുണ്ടായിരുന്നു, അത് നടപ്പിലുണ്ടായിരുന്നു. പക്ഷേ അവസാനം അത് വേണ്ടാന്ന് വെച്ചു. അതിലെ ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷേ കോടതി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറഞ്ഞു, രണ്ടാമത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവരത് റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ട ഗതികേട് വന്നു. ആ കോടതി വിധി വന്നതോടുകൂടി സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ അൺറസ്റ്റ് അവിടെ ഉണ്ടായി. വളരെ വലിയ ഒരു പ്രക്ഷോഭം തന്നെ ഉണ്ടായി. അതിനെ നേരിടാതിരിക്കാൻ നിവൃത്തിയില്ല. അത് തെരുവിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭരിക്കുന്നവരെന്നുള്ള നിലയ്ക്ക് ഷേഖ് ഹസീനയ്ക്ക് വേറെ മാർഗമില്ല, ഇതിനെ അടിച്ചമർത്തേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അത് അടിച്ചമർത്താതെ തന്നെ അവരല്ലാതെ അത് നല്ല രീതിയിൽ ഡിപ്ലോമാറ്റിക്കായിട്ട് നേരിടുന്നതിന് പകരം ഇത് മിലിറ്ററിയെ കൊണ്ട് ഇത് അടിച്ചമർത്തിച്ചു. അടിച്ചമർത്താൻ ഇടയായത് ഒറ്റ കാരണം കൊണ്ട് തന്നെ ഏതാണ്ട് UN കണക്കനുസരിച്ച്, അവരുടെ സ്റ്റാറ്റസ് റിപ്പോർട്ട് അനുസരിച്ച് 1400 പേരോളം അതിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അത് കൂടുതലും സ്റ്റുഡൻസാണ് കൊല്ലപ്പെട്ടു. 1000 മുറിവേറ്റു, പരിക്ക് പറ്റി 1000 അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവസാനം ഇവരുടെ പേരിൽ ആഗസ്റ്റ് 13-ന് 2024 ഒരു FIR ഇടുകയാണ്. അപ്പോൾ ആ FIR ഇടാൻ വേണ്ടി അവരവിടെ കാത്തു നിന്നില്ല.
FIR ഇടുന്നത് അതിന് മുമ്പ് തന്നെ ആഗസ്റ്റ് 5-ന് അവർ നേരെ അവിടുന്ന് അവിടുന്ന് അത് പ്രൈം മിനിസ്റ്റർഷിപ്പ് രാജിവെച്ചിട്ട് അവർ അവിടുന്ന് കിടക്കുകയാണ്, ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യ അവർക്ക് അഭയം കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ അസൈലം ഇതുവരെ കൊടുത്തിട്ടില്ല, അതിന് തീരുമാനവുമായിട്ടില്ല. അപ്പോൾ ഈ ആഗസ്റ്റ് 13-ന് 2024 അവരുടെ പേരിൽ ഒരു FIR അവരുടെ മേളിലിട്ടു. ഇവർ യഥാർത്ഥത്തിൽ അതിന് മുമ്പൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഏതാണ്ട് ഒരു ജൂൺ വരെയും ബംഗ്ലാദേശ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ നല്ല ഒരു രീതിയിൽ നിന്നതാണ്. കാരണം അവിടുത്തെ ടെക്സ്റ്റൈലും അതുപോലെ ഗാർമെൻറ്റും ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലോകോത്തര നിലവാരത്തിലേക്ക്, ഏതാണ്ട് ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ നല്ല വരുമാനവും ആ രീതിയിലുണ്ടായി. ഇൻ്റർനാഷണൽ റിലേഷൻസുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഉണ്ടായി, ആ രീതിയിലൊക്കെ കഴിഞ്ഞതാണ്. പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനൊരു ചുവട് പിഴ വന്നുപോയത്. ഏതായാലും അപ്പം ഇതും കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇവിടെ അവർ ഇന്ത്യ വന്നു. അവരെ കോടതി, ഇവർ തന്നെ ഉണ്ടാക്കിയ ഒരു കോടതിയുണ്ട്, ട്രിബ്യൂണലുണ്ട് കേട്ടോ, ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ 2010. അത് 2010 ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഈ ഷേഖ് ഹസീന തന്നെ രൂപീകരിക്കുന്നത്. ICT എന്നറിയപ്പെടും. അതിൽ 3 ജഡ്ജിമാരെ ട്രിബ്യൂണലായിട്ട് വെച്ച് ഉള്ള ഒരു ട്രിബ്യൂണലാണ്. അത് ക്രൈംസ് അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഷേഖ് ഹസീനയ്ക്കെതിരെ അവർ ആ ചാർജ് ഫ്രെയിം ചെയ്ത് കേസ് ആയിട്ട് മുമ്പോട്ട് പോയത്. അതിനിടയിൽ തന്നെ ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഒരു നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആളാണ്. അയാളെ ഇൻ്ററിം ഗവൺമെൻറ് രൂപീകരിക്കാനായിട്ട് അയാളെ ചുമതലപ്പെടുത്തി, അയാളെ അവിടുത്തെ പ്രസിഡൻ്റാക്കി. ആ പ്രസിഡൻ്റാക്കി കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നമെന്നറിയാമോ? ഇപ്പോൾ എല്ലാവരും വിചാരിച്ചു, അവിടെ ഉള്ളവരും വിചാരിച്ചു ഇയാൾ ഇത് എത്രയും പെട്ടെന്ന് അവിടെ ഇലക്ഷൻ നടത്തും, അവിടെ സമാധാനമൊക്കെ കൊണ്ടുവരും, ജനാധിപത്യം പുനഃസ്ഥാപിക്കും എന്നുള്ള രീതിയിലാണ് ആളുകൾ കരുതിയത്. പക്ഷേ ഇയാൾ ഈ ഇലക്ഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ ഡിലേ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ അധികാരം കിട്ടിയാൽ നക്കാത്തവന്മാരാരുമില്ല. അയാൾക്ക് നോബൽ സമ്മാനമൊക്കെ കിട്ടിയതാണ്, ട്രംപിന് പോലും കിട്ടിയിട്ടില്ല, പക്ഷേ ഇയാൾക്ക് കിട്ടി. എന്നാൽ ഇയാൾ ഈ അധികാരക്കൊതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ഇയാളും അധികാരം നക്കി നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ അവിടെ ഇലക്ഷൻ നടത്താൻ തയ്യാറാവുന്നില്ല, അത് മനഃപൂർവ്വം ഡിലേ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയത്ത് യഥാർത്ഥത്തിൽ ഈ ഷേഖ് ഹസീനയ്ക്ക് പൊളിറ്റിക്കൽ അസൈലം ഇന്ത്യയിൽ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പം നോക്കുന്നത്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ട്രിബ്യൂണൽ ഇവരുടെ ആബ്സെൻസിലാണ്, ഇൻ ആബ്സെൻഷ്യ എന്ന് നമുക്കൊരു ആബ്സെൻസിലാണ് ഇവർ കുറ്റക്കാരിയാണെന്ന് കണ്ടു, എന്നിട്ട് ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അതുപോലെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന അസദുസ്മാൻ ഖാൻ എന്ന് പറയുന്ന കമാൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആളാണ്. അയാൾ അവിടുത്തെ ഹോം മിനിസ്റ്ററായിരുന്നു, അയാളെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നിട്ട് പോലീസ് ചീഫ്, നേരത്തെ ഉണ്ടായിരുന്ന ഇവരുടെ കീഴിലുണ്ടായിരുന്ന പോലീസ് ചീഫായിട്ടുള്ള ചൗധരി അബ്ദുള്ള അൽ മൊമൻ എന്ന് പറയുന്ന അയാൾക്ക് 5 വർഷം തടവ് ശിക്ഷയെ കൊടുത്തുള്ളൂ. കാരണം എന്താണെന്നറിയോ, അയാൾ ഈ മാപ്പ് സാക്ഷിയായിട്ട് മാറി. അതുകൊണ്ട് ഇവർക്കെതിരെ മൊഴി പറഞ്ഞതുകൊണ്ട് അയാൾക്ക് 5 വർഷം കൊടുത്തു. ഇതാണ് ശിക്ഷ. ഇനി ഇങ്ങനെ ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ, അതായത് ഇത്രയും വലിയ ശിക്ഷ നടത്തിയ ബംഗ്ലാദേശിൻ്റെ ആവശ്യം ഇവരെ നിർബന്ധമായിട്ടും അയച്ചേ പറ്റുള്ളൂ, അങ്ങോട്ട് കൊല്ലാൻ കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ അഭയം തേടി എത്തിയേക്കുന്ന ഒരാളെ കൊല്ലാൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് എ ജുഡീഷ്യൽ ഡിസിഷൻ, ഒരു ട്രിബ്യൂണലിൻ്റെ ഡിസിഷൻ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ട്രിബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ചു, അതുകൊണ്ട് അവിടെ നിയമം നടപ്പാക്കണം, അതുകൊണ്ട് എന്തായാലും ഇവരെ വിട്ടുകൊടുത്തേ മതിയാകൂ എന്നുള്ളതാണ് ബംഗ്ലാദേശിൻ്റെ ആവശ്യം. ബംഗ്ലാദേശ് അത് ഫോർമലായിട്ട് ഇന്ന് അത് ചോദിക്കാനും ഇരിക്കുക ഇന്ത്യ അടുത്ത്. ചോദിച്ചാൽ ഇന്ത്യ ഇത് കൊടുക്കാൻ നിർബന്ധിതമാണോ അല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒരിക്കലും നിർബന്ധിതമല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കാരണം എന്തെന്നറിയോ, ഇത് ക്രൈംസ് അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ പോലും ഈ എനി പേഴ്സൺ ഇന്ത്യയിൽ ഉള്ള ആർക്കും, വിദേശിക്കായാലും ശരി, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിൻ്റെ പരീക്ഷയുണ്ട്. അത് വെച്ചുകൊണ്ട് ഇവർക്ക് അങ്ങോട്ട് കടത്താൻ എക്സ്ട്രാഡിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാഡിഷൻ ട്രീറ്റി ഉണ്ട് ബംഗ്ലാദേശുമായിട്ട്. പക്ഷേ ആ ട്രീറ്റി തന്നെ ഒരു എക്സംഷൻ ഉള്ളത് ഏതാണെന്നറിയോ, പൊളിറ്റിക്കൽ
ഒഫൻസസ്. പൊളിറ്റിക്കൽ ഒഫൻസസിന് എക്സംഷൻ ഉണ്ട്. ഇത് പൊളിറ്റിക്കൽ ഒഫൻസാണ്. ഒരു രാജ്യം ഭരിക്കണം ഒരാൾക്ക്, ആ ഭരിക്കേണ്ടതായിട്ട് വരുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ടാവും, അൺട്രസ്റ്റൊക്കെ ഉണ്ടാവും. അതിനെ അടിച്ചമർത്തുമ്പോഴത്തേക്ക് അത് വയലൻസൊക്കെ അധികം ഉണ്ടായിപ്പോവും. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ഒഫൻസ് അല്ലാതെ മാറുന്നില്ല. അപ്പോൾ യഥാർത്ഥ ഷേഖ് ഹസീന നടത്തിയേക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഒഫൻസാണ് മാക്സിമം, അല്ലാതെ വേറൊന്നുമല്ല. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കോടതി നടപടി, ബംഗ്ലാദേശിലെ കോടതി എന്ന് പറയുന്നത് ഒരു കങ്കാരു കോർട്ടാണെന്നാണ് അവർ പറയുന്നത്. അത് ഒരു പ്രയോജനമില്ലാത്ത കോടതിയാണ്, അവരതിൽ പങ്കെടുക്കത്തില്ല എന്ന് പറഞ്ഞു. അവർ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, ട്രയലിൽ ഇല്ലാതാണ് ഇവർക്കൊക്കെ എതിരെ ഈ വിധി വന്നേക്കുന്നത്. ഇതിനു മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇദി അമീൻ എന്ന് പറയുന്ന ഉഗാണ്ട അതിലെ പ്രസിഡൻ്റായിരുന്ന ഇദി അമീൻ നമ്മൾ കേട്ട് കാണും. ലോകത്തന്നെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ക്രിമിനൽ അല്ലായിരുന്നു അയാൾ. ഒരുപാട് പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. മാംസം പോലും ഭക്ഷിക്കുമായിരുന്നു, മനുഷ്യ മാംസം ഭക്ഷിക്കുമായിരുന്നെന്ന് പറയപ്പെടുന്നു. അയാൾ അങ്ങനെയുള്ള ഒരാളാണ്. അയാൾ ഒരുപാട് വയലൻസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അവസാനം അയാൾക്ക് 1979 സൗദി അറേബ്യ അസൈലം കൊടുത്തു. അവിടുന്ന് അയാൾ അനങ്ങാതെ അവിടുന്ന് രക്ഷപ്പെട്ട് പോയതാണ്. അവിടുന്ന് ഓടിപ്പോയി നേരെ സൗദി അറേബ്യയിൽ പോയി. സൗദി അറേബ്യ അയാൾക്ക് എല്ലാ സഹായവും കൊടുത്തു. അയാൾക്ക് വേണ്ട സൗകര്യം, താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. അയാൾക്ക് അതുപോലെ അംഗരക്ഷകരെ കൊടുത്തു. അയാൾക്ക് വളരെ നല്ല ഒരു അന്തരീക്ഷം ജദ്ദയിൽ, സൗദി അറേബ്യയിലെ ജിദ്ദയിൽ താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. അയാൾ 2003 ഇദി അമീൻ മരിക്കുന്നത് വരെ സൗദി അറേബ്യയിൽ സസുഖം കഴിഞ്ഞു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഷേഖ് ഹസീന എന്തെങ്കിലും ആണോ? ഇനി അടുത്തത് ഇതേപോലെ ഇതിൻ്റെ അപ്പുറത്താണ് മുഹമ്മദ് റസ പഹ്ലവി എന്ന് പറയുന്ന ഷാ, കുപ്രസിദ്ധനായ ഷാ, ഇറാനിയൻ ഭരണാധികാരിയായിരുന്നു. ഒരുപാട് പേരെ കൊലപ്പെടുത്തിയിരിക്കുകയും ഒരുപാട് അതുപോലെ വലിയ അട്രോസിറ്റീസും ഒക്കെ കമ്മിറ്റ് ചെയ്തിട്ട് അനങ്ങാതെ അവിടെ വലിയ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ നേരെ ജാനുവരി 16, 1979 ജാനുവരി 16 അവിടെ നിന്ന് മുങ്ങി നേരെ അമേരിക്കയിൽ പോയി. അന്ന് അസൈലത്തിന് വേണ്ടി പോയൊന്നുമല്ല, നേരെ അങ്ങ് അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളുടെ ഹെൽത്തൊക്കെ പിന്നെ ഡിറ്റീരിയറേറ്റ് ചെയ്തു. ഒക്ടോബർ ആയപ്പോഴത്തേക്ക് അയാൾ കിടപ്പായി. അമേരിക്കയിലെ ഈ കോർണേലിയ മെഡിക്കൽ സെൻറ്റർ അവിടെ അയാൾ ട്രീറ്റ്മെൻറ്റിലായി. അപ്പോൾ അയാൾ അസൈലം ചോദിച്ചു യു എസിൽ. 1979 ഒക്ടോബറിൽ യു എസ് ജിമ്മി കാർട്ടറാണ് അന്ന് പ്രസിഡൻറ്റ്. ജിമ്മി കാർട്ടർ ഈ ഷായ്ക്ക് അസൈലം കൊടുത്തു. അത് വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായ സംഭവമാണ്. അത് കൊടുത്തു കഴിഞ്ഞപ്പം അമേരിക്കൻ എംബസി, യു എസ് എംബസി, ഇറാനിലുള്ള യു എസ് എംബസിയിലെ ഉദ്യോഗസ്ഥരെയൊക്കെ അവിടെ തടഞ്ഞു വെച്ചു കേട്ടോ. അവരെയും അവിടെ കൂട്ടിനുള്ളിലാക്കി യഥാർത്ഥത്തിൽ. പക്ഷേ പിന്നെ അവരെ റിലീസ് ചെയ്യുകയൊക്കെ ചെയ്തു. ബൈലാറ്ററൽ റിലേഷൻസൊക്കെ പിന്നെ പുനഃസ്ഥാപിക്കപ്പെടുകയൊക്കെ ചെയ്തു. എന്നാലും അമേരിക്കയായിട്ട് അന്ന് മുതലേ ഇറാൻ നല്ല ബന്ധത്തിലല്ല. ആ രീതിയിൽ പോയി കാര്യങ്ങൾ. അപ്പോൾ ഇവർക്കൊക്കെ ഈ ഷായ്ക്കും ഇദി അമീന് പോലും പൊളിറ്റിക്കൽ അസൈലം കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഷേഖ് ഹസീനയ്ക്ക് കൊടുക്കാൻ പാടില്ല? ജീവകാരുണ്യം ഒരു അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ത്രീ, അവർ 75 അവർക്ക് ഇതേപോലെ അവിടെ അട്ടിമറി ഉണ്ടായപ്പോൾ അവർക്ക് ഇവിടെ അസൈലം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർക്കെതിരെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഒഫൻസാണ് പറഞ്ഞിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഒഫൻസസ് തന്നെയാണിത്, സംശയമൊന്നുമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ വരുന്ന ഉടനെ ഒരു സാധാ ക്രിമിനൽ അല്ല അവർ. അങ്ങനെ ഉള്ളപ്പോൾ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ അസൈലത്തിന് അവർ എൻഡേറ്റിൽഡാണ്. മാത്രമല്ല ആർട്ടിക്കിൾ 21 നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അതിൻ്റെ പരിരക്ഷ ഷേഖ് ഹസീനയ്ക്കും ഇന്ത്യയിൽ താമസിക്കുന്നതുകൊണ്ട് കിട്ടും. അത് കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മാത്രമല്ല ബംഗ്ലാദേശുമായിട്ട് ചൈന, ബീജിങ് വളരെ അടുപ്പത്തിലാണ് ഇപ്പം മുഹമ്മദ് യൂനിസുമായിട്ട്. പെട്ടെന്നങ്ങ് വന്നു. ഇനി മുഴുവനായിട്ട് ചൈനയുടെ കയ്യിൽ അവിടെ ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കൊരു ബാർഗെയിനിങ് കപ്പാസിറ്റി വേണമെങ്കിൽ ഷേഖ് ഹസീന ഇന്ത്യ തന്നെ വേണം. അതാ വേണ്ടത്. ഇന്ത്യക്ക് വിലപേശാനും ഒരവസരമാവും. ഏതായാലും എൻ്റെ അഭിപ്രായത്തിൽ ഷേഖ് ഹസീനയ്ക്ക് പൊളിറ്റിക്കൽ അസൈലം നമ്മുടെ രാജ്യം കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിയമവും നീതിയും അതുതന്നെയാണ്.